ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇതൊരു പുതിയ കണ്ടന്റ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മുടെ ചാനലിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് വന്നിട്ടില്ല. ഒരു പുതിയ ടൈപ്പ് ഓഫ് കണ്ടന്റ് ആണ് കേട്ടോ. കുറച്ച് ഇൻഫോർമേറ്റീവ് ഒക്കെ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്. അപ്പം ആദ്യം തന്നെ പറയുക, ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആക്കണം, കുറച്ചുകൂടെ ടെൻഷൻ ഫ്രീ ആക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് ഇപ്പം തന്നെ പൊക്കോളൂ കേട്ടോ. അപ്പം എന്താണ് ഇങ്ങനൊരു കണ്ടന്റ് ചെയ്യാനുള്ളൊരു പ്രേരണ എന്ന് വെച്ചാൽ, ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന ഓതറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ്. അപ്പൊ ആ ഒരു ടെക്സ്റ്റ് വായിച്ചപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്തുകൂടാ. അതായത് അതിൽ കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ആവാൻ, അതും ഒരു ബെറ്റർ വേയിൽ ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിനകത്ത് ആ ഒരു ടെക്സ്റ്റ് വായിച്ചു എന്നുള്ള റീസൺ കൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്ന പോലും. കാരണം എനിക്ക് ഇതേപോലെ നേരിട്ട് ഇങ്ങനെ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ആ ഒരു ടെക്സ്റ്റ് വായിച്ചിട്ടാണ് എന്റെ ഉള്ളിൽ ആ ഒരു പേടിയെ മാറ്റിയെടുത്തിട്ട് ഞാൻ ഇപ്പം ഇതേപോലെ ഒന്ന് സംസാരിക്കുന്നത് പോലും. അപ്പൊ എന്തുകൊണ്ട് എനിക്കത് നിങ്ങളോട് പറഞ്ഞുകൂടാ? എനിക്ക് എന്നിൽ ഉണ്ടാക്കാൻ പറ്റിയ മാറ്റം പോലെ നിങ്ങൾ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയാലോ എന്നൊരു ചിന്തയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് ജെയിംസ് ക്ലിയറിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ജെയിംസ് ക്ലിയർ അദ്ദേഹത്തിന്റെ 15ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ആക്സിഡന്റ് ഉണ്ടായി. ബേസ്ബോൾ ബാറ്റ് വന്നിട്ട് മുഖത്ത് ഹിറ്റ് ചെയ്തതാണ്. കേൾക്കുമ്പോൾ ചെറുതാണെങ്കിലും അതിന്റെ ഇമ്പാക്ട് വലുതായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ മൂക്ക്, അതിൽ ഐ സോക്കറ്റ്, ബ്രെയിൻ, അങ്ങനെ ഒരുപാട് ഇഞ്ചുറീസ് വന്നിട്ട് കോമയിൽ വരെ ആയിട്ടുണ്ടായിരുന്നു. റിക്കവർ ആവാനായിട്ട് ഒത്തിരി സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ടെക്സ്റ്റിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹത്തിന് പറ്റിയ ഈ ഒരു ഇഞ്ചുറി, അതിന്റെ റിക്കവറി, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പൊ മെയിൻലി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ റിക്കവറി ആയാൽ പോലും ഒരു റിക്കവറിക്ക് തന്നെ നമ്മളിപ്പോ വിചാരിക്കും, പെട്ടെന്ന് തന്നെ നാളെ തന്നെ വേണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ പെട്ടെന്നൊന്നും നടക്കത്തില്ല. ഇപ്പൊ എനിക്ക് റിക്കവർ ആവാൻ തന്നെ പെട്ടെന്ന് നടക്കത്തില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരു കാര്യവും പെട്ടെന്ന് നടക്കത്തില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അതിന്റെ ഒരു പുറത്ത് എന്ന് വെച്ചാൽ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം മെയിൻലി അതിൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് അതിനകത്ത് ആദ്യം പറയാന്ന് വെച്ചാൽ, അദ്ദേഹം ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഭാഗത്തൊക്കെ പറയുന്ന ഒരു റൂൾ ഉണ്ട്, 1% റൂള്. ഞാൻ എന്താ ഇത് പറയാൻ വന്നിട്ട് മാത്സ് പറയുന്നത് വിചാരിക്കരുത്. ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു മാത്സ് ആണല്ലേ. ഫുള്ള് കണക്ക് കൂട്ടല്, കുറയ്ക്കല്, അങ്ങനെ മൊത്തം താളം തെറ്റല്, ഇങ്ങനെയാണ് ലൈഫ് എന്ന് പറയുന്ന സാധനം തന്നെ. അപ്പം അത് എന്താണ് ഈ 1% റൂൾ എന്ന് പറയുന്നത്? അതായത് ഓരോ ദിവസവും നമുക്ക് വേണമെങ്കിൽ നമ്മളെ 1% നന്നാക്കാം. അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് നമ്മളെ ഓരോ ദിവസവും നമ്മളൊരു വേസ്റ്റ് രീതിയിലോട്ട്, അത് മോശമായ രീതിയിലോട്ട് നമ്മളെ കൊണ്ടുപോകാനും പറ്റും. അതാണ് സത്യം പറഞ്ഞ 1% റൂൾ എന്ന് പറയുന്നത്. അതായത് എന്റെ ഒരു ആഗ്രഹമാണ്, എനിക്ക് മാരത്തോൺ ഓടണം, എനിക്ക് മാരത്തോൺ, അല്ലെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. അത് മാരത്തോൺ ഇരിക്കട്ടെ. നാളെ പോയി എനിക്ക് മാരത്തോൺ ഓടാൻ പറ്റുമോ? ഇല്ല. ഇന്ന് എന്റെ വീടിന്റെ അപ്പുറത്തോട്ട് 5 മിനിറ്റ് പോലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കാത്ത ഒരാളാണ് ഞാൻ. ഞാൻ നാളെ പോയിട്ട് മാരത്തോൺ ഓടണം എന്ന് വെച്ചാൽ അത് നടക്കുന്നൊരു കാര്യമല്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഓരോ ദിവസം എന്നെ ഇമ്പ്രൂവ് ചെയ്യാം. എന്റെ 1% ഇത് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാം. നാളെ എനിക്ക് 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് നടക്കാം. അത് കഴിഞ്ഞ് എനിക്കൊരു 10 മിനിറ്റ് ആക്കാം. പിന്നെ അങ്ങനെ എനിക്ക് കൂട്ടി വന്ന് എനിക്ക് മാരത്തോൺ ഓടാൻ പറ്റും. എനിക്കിപ്പോ ഒരു വലിയ ടെക്സ്റ്റ് വായിക്കണം, ഞാൻ ഒറ്റ ദിവസം കൊണ്ടിരുന്ന് വായിച്ചാൽ ബോറടിക്കും, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഭയങ്കര എഫോർട്ട് ഇട്ട് കുത്തിയിരുന്ന് വായിക്കാനായിട്ടൊക്കെ ശ്രമിക്കും. എന്നെ കൊണ്ട് വായിക്കാൻ പറ്റത്തില്ല. കാരണം ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനമേ ഞാൻ യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ പറ്റത്തില്ല. ഞാൻ ഒരു ദിവസം ഒരു പേജ് വായിക്കുന്നു, നെക്സ്റ്റ് ഞാൻ ഒരു കൗണ്ടിലെ കൂട്ടി 2 പേജ് ആക്കുന്നു. അങ്ങനെ ഗ്രാജുവലി ഞാൻ ഓരോ പെർസെന്റേജ് കൂട്ടി വന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടെക്സ്റ്റ് വായിച്ചെടുക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു ഇയർ കൊണ്ട് എനിക്ക് കുറെ ടെക്സ്റ്റുകൾ വായിച്ചു തീർത്ത് എനിക്ക് നല്ലൊരു റീഡർ ആവാനായിട്ട് പറ്റും. അതാണ് ബേസിക്കലി അദ്ദേഹം ഈ ഒരു ടെക്സ്റ്റിൽ പറയുന്നത്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇട്ടാൽ നമുക്ക് എന്ത് നേടിയെടുക്കാം. ഓക്കെ, അതാണ് ഇവിടെ ആക്ച്വലി 1% വീതം എന്നും കൂട്ടുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, നിനക്ക് ഇതൊക്കെ എങ്ങനെ കറക്റ്റ് ആയിട്ട് വന്ന് പറയാൻ പറ്റും? നീ ആ ടെക്സ്റ്റിൽ വായിച്ചുള്ള അറിവേ ഉള്ളെന്ന്. ഞാൻ ആ വായിച്ച അറിവ് എന്നിൽ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത്, ഞാൻ എന്നിൽ തന്നെ അതൊക്കെ നടപ്പിലാക്കി. ഇപ്പൊ കഴിഞ്ഞ ഒരു മാസം, 1.5 മാസം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്ത് എന്നിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടാണ് സക്സസ് ആയിട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് എന്റെ ഒരു ബേസിക് ഹാബിറ്റ് എന്ന് വെച്ചാൽ രാവിലെ പ്രോപ്പർ സമയത്തൊന്നും എഴുന്നേക്കത്തില്ല. 8 മണി, 8:30, 9 മണി അങ്ങനെയൊക്കെ സമയത്ത് എഴുന്നേക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഒട്ടും ടൈം ടേബിൾ ഒന്നും, ഒരു അടുക്കൻ ചിട്ടയില്ലാത്ത ജീവിതം എന്നൊക്കെ പറയുമല്ലോ. ഫുഡ് കഴിക്കുന്നു, ഒന്ന് കിടക്കുന്നു, പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ചുമ്മാ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഫോൺ കുത്തി ഫോൺ റീൽ കാണുന്നു. അങ്ങനെ ആഗ്രഹമുണ്ട്, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇന്ന് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് അത്രയും ആ കാര്യം ഒന്ന് പഠിക്കണം, പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കണം. പക്ഷെ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നില്ല, ഒരു എഫേർട്ട് ഇടുന്നില്ല. അപ്പോഴാണ് ഇങ്ങനെ ചുമ്മാ എന്തോ ഇരുന്നപ്പോഴാണ് ഈ ഒരു ടെക്സ്റ്റ് വായിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാൻ എന്റെ ഉള്ള സമയം മൊത്തം ഞാനും 1% റൂൾ അപ്പൊ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊരു പോസിറ്റീവ് സെൻസിലല്ല, നമുക്ക് നെഗറ്റീവ് സെൻസിലായിരുന്നു ഞാൻ ആ ഒരു 1% റൂൾ അപ്ലൈ ചെയ്തത്. ഞാൻ കൺസിസ്റ്റന്റ് ആയിരുന്നു ഏത് കാര്യത്തിലാണ്, ഉളപ്പുന്ന കാര്യത്തില്. കറക്റ്റ് ഫോൺ സ്ക്രോൾ ചെയ്യാൻ ഞാൻ കൺസിസ്റ്റന്റ് ആയിരുന്നു. രാവിലെ ഇന്നും 8 മണിക്ക് 9 മണിക്ക് എഴുന്നേക്കാൻ ഞാൻ കൺസിസ്റ്റന്റ് ആയിരുന്നു. ആ കാര്യത്തിലെല്ലാം ഞാൻ ഒരു നെഗറ്റീവ് രീതിയിൽ എന്തായിരുന്നു, വളരെ കൺസിസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് എന്താ ലാഭം എന്നല്ല, എന്റെ ലൈഫിന്റെ പർപ്പസ് തന്നെ എന്താ, ചുമ്മാ ഉറങ്ങാനാണോ? നമ്മൾ എപ്പോഴും ജീവിക്കുന്നത് എന്തെങ്കിലും ആയിത്തീരണം, ഒന്ന് സക്സസ് ആവണം എന്ന് എല്ലാവരുടെയും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ഞാൻ ഈ 1%
-1 അതായത് -1% റൂളായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് വായിച്ചപ്പം ഇങ്ങനെ വേസ്റ്റ് ആക്കി കളയുന്ന ആകെ 25 വയസ്സേ ഉള്ളൂ, ഓരോ ദിവസവും -1 അടിച്ചടിച്ച് ഞാൻ എവിടെ പോകാനാ? അങ്ങനെയാണ് ഞാൻ ഈ ഒരു തോട്ടിലോട്ട് വന്നത്. ഫസ്റ്റ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന വെച്ചാൽ നേരത്തെ എഴുന്നേക്കാന്നായിരുന്നു. ആദ്യമൊക്കെ അലാറൊക്കെ വെച്ച് ഇങ്ങനെ വെച്ച് ഒരു 6:30ക്ക് എഴുന്നേക്കാൻ തുടങ്ങി, 6 ആക്കി, 5:30 ആക്കി, 5 മണിയാക്കി. ഇപ്പൊ പ്രോപ്പർ ആയിട്ട് 5 മണിക്കൊക്കെ എഴുന്നേക്കാൻ പറ്റും. എഴുന്നേറ്റ ഉടനെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഫോണിൽ കുത്തി ഇങ്ങനെ ഇരിക്കാന്നില്ല. നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ഇന്ന് നമ്മൾ എന്റെ 1% റൂളിനകത്ത് ഞാൻ ഫോണിൽ ഒരു 2 മിനിറ്റ് ഇരുന്നാൽ നാളെ ഞാൻ 4 മിനിറ്റ് ഇരിക്കും, പിന്നെ 5 മിനിറ്റ് ആവും. അപ്പം ആ ഒരു എഴുന്നേറ്റ ഉടനെ അത് ചെയ്യരുത്. ഞാനത് അതൊരു കോൺഷ്യസ് എഫേർട്ടിനായിട്ട് കേട്ടോ. ഫോൺ എടുക്കരുത് എന്നൊരു കോൺഷ്യസ് എഫേർട്ട് എടുത്ത് രാവിലെ എഴുന്നേക്കുന്നു, നമ്മൾ എഴുന്നേറ്റ ബെഡൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നു, നേരെ പോയി ഫ്രഷപ്പ് ആയിട്ട് വന്നിട്ട് ഫസ്റ്റ് പിന്നെ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ പറ്റില്ല കേട്ടോ. 2 മിനിറ്റ് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് പിന്നെ അത് 5 ആയി, 5 7 ആയി, 7 10 ആയി. അങ്ങനെ 10 മിനിറ്റ് രാവിലെയും രാത്രിയിലും ചെയ്യാൻ തുടങ്ങി. ഓക്കെ, 2 നേരമൊക്കെ മെഡിറ്റേറ്റ്. പക്ഷെ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അതിന്റെ റിസൾട്ട് ഒക്കെ ആണോ ഇപ്പൊ ഞാൻ ഇങ്ങനെ വന്ന് നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത്? അങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്തത്. ഓക്കെ, പിന്നെ കൂടുതലും റൂമിനകത്ത് ആണ്. ഇപ്പോഴും റൂമിനകത്ത് ചെയ്തത്, പുറത്ത് മഴയുണ്ട് കേട്ടോ. അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങണം എന്നൊരു തോട്ട് വന്നു തുടങ്ങി. അങ്ങനെ ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി തുടങ്ങി, ക്ലാസ്സിന് പോയി തുടങ്ങി. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരു ഹാബിറ്റ് ഞാൻ ബിൽഡ് ചെയ്ത്, ഇത്രയും പ്രൂഫ് എനിക്കുണ്ട് കേട്ടോ. എന്നിട്ടാണ് നിങ്ങളോട് വന്ന് സംസാരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ആ ടെക്സ്റ്റ് വായിച്ചു തന്നിട്ടില്ല. ഒരുപാട് ഇൻഫർമേഷൻസ് അതിലുണ്ട്. എങ്ങനെ ഒരു ന്യൂ ഹാബിറ്റ് ഫോം ചെയ്തെടുക്കാം, അതിലെങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാം. ഇപ്പൊ ഞാൻ 1% റൂൾ കൺസിസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാം, ഡിപ്രഷനെ കുറിച്ചിട്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്കതൊക്കെ ഓരോരോ പാർട്ടായിട്ട് ഇങ്ങനെ ചെയ്യാം. എല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞാൽ കാണുന്ന നിനക്കും ബോറാവും, പറയുന്ന എനിക്കും ബോറാവും. അപ്പം ഇന്നത്തെ കാര്യം മനസ്സിലായല്ലോ, 1% റൂള്. ഇപ്പൊ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇത് കണ്ടിട്ട് ചിലപ്പോൾ വീട്ടമ്മമാരാവാം, ചിലപ്പോൾ സ്റ്റുഡൻസ് ആവാം, മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്നവരാവാം. നമുക്ക് എപ്പോഴും പറയുന്ന പരാതി, അയ്യോ എനിക്ക് സമയമില്ലെന്ന്. നമുക്ക് ജസ്റ്റ് നമ്മളെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മളിപ്പോ ഒരു ഓർഡർ ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഓർഡർ എന്ന് പറയാൻ പറ്റത്തില്ല, ഓരോ ഓർഡറും ഇല്ലാതെ ചെയ്യാവുന്ന കാര്യത്തിൽ ജസ്റ്റ് ഒന്ന് ഓർഡർ വരുത്തുക. അത്രയും മതിയായിരിക്കും നമ്മളൊന്ന് ബെറ്റർ ആക്കാനായിട്ട്. അപ്പൊ അതിന് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഇത് കണ്ടു തുടങ്ങിയിട്ട് ഇന്നെങ്കിലും നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് നിങ്ങളെ വരുത്താൻ പറ്റിയാൽ നിങ്ങൾക്ക് സന്തോഷമാവും. നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ എനിക്കും അതിലും വലിയ സന്തോഷമാവും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ഇനിയും വീഡിയോസ് ആയിട്ടൊക്കെ വരാം. അപ്പൊ എല്ലാവർക്കും ബൈ. പിന്നെ പറ്റുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.